ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ് സെൻസേ. ഹായ്. ഇത് റെക്കോർഡ് ചെയ്യേണ്ട കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. ഇത് യൂട്യൂബിലിടും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. പേരൊന്നും പറയരുത് കേട്ടോ. ഓക്കെ. എന്താണ് സംഭവം? എന്താണ് അച്ചീവ് വേണ്ടത്? ഇല്ല, ഞാൻ 2 വർഷമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോ എന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെ. ഓക്കെ. ആരെങ്കിലും പറഞ്ഞ പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് റിയലൈസ് ചെയ്തത്. ഓക്കെ. ഏതൊക്കെ ഏരിയയിലാണ് പൊട്ടൻഷ്യൽ ഉള്ളത്? എന്ത് ബിസിനസ് ചെയ്യണം? എന്ത് ബിസിനസ്? വാട്ട് ബിസിനസ് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? ഡെന്റൽ ക്ലിനിക്. ഓക്കെ. ഓക്കെ. വേറെ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാൻ പറ്റുന്നത്, അല്ല ഇന്നോവേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത്? എല്ലാം ഡെന്റിസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് നിങ്ങൾ നോക്കുന്നത്? ഞാനൊരു സൈഡിൽ കൂടെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ഗ്രോത്ത് സ്റ്റേജിൽ തന്നെയാണ് പോകുന്നത്. ഗ്രോയിങ് സ്റ്റേജിൽ തന്നെയാണ്. അത് സ്കെയിലപ്പ് നോക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. വേറെന്താ നിങ്ങൾ പറഞ്ഞത്? അല്ല, ഇപ്പോ അത് തന്നെയാണ് അല്ലെങ്കിൽ എന്റെ പേർപ്പസ് ആയിട്ട് അലൈൻഡ് ആണോ എന്നെങ്ങനെ, അല്ലെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ അതെങ്ങനെ അൺലോക്ക് ചെയ്യാന്ന് മതി. അല്ല, എനിക്ക് ക്ലാരിറ്റി കിട്ടാത്തത് ഇവിടെ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ ഒരു ഡെന്റിസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്. Am I right? I believe that you're a dentist or something. Am I right? Yes. ഓക്കെ. അതിലാണോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിലാണോ നോക്കേണ്ടത്? അതിലല്ല. ഇനി അതിൽ കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് ഉണ്ടോന്നറിയാം. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? നിങ്ങൾ പറഞ്ഞ ക്ലിയർ അല്ല. നിങ്ങൾ തന്നെ പറഞ്ഞ ക്ലിയർ അല്ല. നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഐ ഹാവ് ദിസ് പൊട്ടൻഷ്യൽ? പാട്ട് പാടാനാണോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ചിത്രം വരക്കാനോ? ഇന്ററാക്ടിങ് വിത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനൊരു മെജിഷ്യൻ ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെടണൂടെ. ഞങ്ങളെ കാണുന്ന പോലില്ല ഞാന്. ഓക്കെ, റൈറ്റ്. അപ്പം ഇന്ററാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. Is that correct? Yes. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട്? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇൻഡസ്ട്രീസ് ഏതാന്ന് ചോദിക്കുന്നത്. ഇപ്പൊ എവിടെ സംസാരിക്കാൻ ഇൻഡസ്ട്രി? where do you speak? where do you interact with people? what platform? എന്താണത്? One platform, and my platform already is there. പിന്നെ coaching. Okay, one is coaching. Which one is the other one? Then teaching. That is not feasible for me. Okay, teaching. What else? Where else? പിന്നെ counseling ആ ഒരു സെക്ഷൻ. അത് പിന്നെ again medical. Okay. അപ്പോൾ കൗൺസിലിംഗ് മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. കോച്ചിങ് മെഡിക്കൽ, നോൺ മെഡിക്കൽ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കോച്ചിങ് ആണ്, മെഡിക്കൽ അല്ല. ഞാൻ മെഡിക്കൽ കേസ് എടുക്കാറില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടീച്ചിങ് നിങ്ങൾക്ക് ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞു. കാരണം മേ ബി ഇറ്റ്സ് കോൺട്രഡിക്റ്റിംഗ് വിത്ത് യുവർ ടീച്ചിങ്, വിത്ത് യുവർ ജോബ് ആൻഡ് ദ ടൈം ആൻഡ് സോ ഫോർത്ത്. കുഡ് ബി ദാറ്റ്. ഓക്കെ. അപ്പം കോച്ച് ആവാനോ ആഗ്രഹം, അല്ലെങ്കിൽ കൗൺസിലർ എന്താവാനോ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്? വാട്ട് ഇസ് ദാറ്റ്? ഇന്ററാക്ഷൻ ആ ഒരു ഫീൽഡിലൂടെ ഒക്കെ പോകാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടി വരും? അതിലെ പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എങ്ങനെ അറിയാം? എനിക്ക് തോന്നില്ലല്ലോ. എങ്ങനെ നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്? അങ്ങനെയല്ല, എനിക്കിപ്പോ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ എന്നോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഉറപ്പാണോ? ആരെയാ പറഞ്ഞത്? അല്ല, ആരെയാ പറഞ്ഞത്? അല്ല, എനിക്ക് എന്റെ വിശ്വാസമായിട്ടില്ല. എനിക്കെപ്പോഴും വിശ്വാസമായിട്ടില്ല. ആരും അത് പറഞ്ഞത്? ഓക്കെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ യു ആർ ബ്രിങ്ങിങ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി ആൻഡ് സോ ഫോർത്ത്. അതാരാ പറഞ്ഞത്? ഫ്രണ്ട്സ് പറയാറുണ്ട്. ഇൻസ്പിറേഷൻ. ഫ്രണ്ട്സ്. ഓക്കെ. അത് എങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്?
എങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ പറഞ്ഞത്? അവരെന്തെങ്കിലും പ്രശ്നങ്ങളോ ട്രബിൾസോ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് നമ്മളെ വിളിക്കാറ്. ഉം, ഉം, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഫോൺ വെക്കുകയും ചെയ്യും. അത് അതിനൊരു സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ ഉം. അവരങ്ങനെ ഫോൺ വെക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്കൊന്നും സംസാരിക്കും. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും, മറ്റു ആൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിന് ഒരു റെമഡി നിങ്ങൾ കൊടുക്കേണ്ട സംസാരത്തിൽ കൂടെ, ശരിയാണോ? അതെ, അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അത് ചെയ്യാൻ പറ്റുന്നുള്ളത്? അതുണ്ട്. അതൊരു കരിയർ ആയിട്ട് എടുക്കാൻ താല്പര്യമാണോ, അല്ലെങ്കിൽ അതൊരു പാഷനായിട്ട് എടുക്കാനാണ് താല്പര്യം? പാഷനായിട്ട് കൊണ്ടുപോകാനാണ്. പാഷനായിട്ട് കൊണ്ടുപോകാനാണ്. ആ, ഓക്കെ, ആ പാഷനായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നിങ്ങൾക്ക് ആൾക്കാർ വന്ന് നിങ്ങളെ വിളിക്കുക? ഞാൻ കാര്യം ചോദിക്കട്ടെ? ഓക്കെ, ആ. ഉറപ്പാണോ? Yes, sensei. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പം എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ കാണില്ല കേട്ടോ. ഞാൻ സ്ക്രീനിൽ നിങ്ങളെ കാണുന്നില്ല. എൻ്റെ സ്ക്രീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എനിക്ക് നിങ്ങൾ ആരാണോ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അത്രയും ആൾക്കാരെ സംസാരിച്ചിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? Yes, sensei, sure. ആണോ? 0 to 10? അതെ. ഓക്കെ, ഞാൻ റിസ്ക് ആയിട്ട് എടുക്കില്ല കേട്ടോ. ഞാൻ കാര്യത്തിൽ ചോദിക്കണത്, ഞാൻ റിസ്ക് ആയിട്ട് 10%. ഓക്കെ. ഇപ്പൊ നിങ്ങളിപ്പോ സൂമിലാണ് ഉള്ളത്. സൂമിലാണ് ഉള്ളത്. ഞാൻ സൂം കാണുന്ന പോലില്ല കേട്ടോ. ആ സൂമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? Yeah, of course. എന്നാ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറയാം. കാരണം ഞാൻ കാണുന്നില്ല. ടൈപ്പ് ചെയ്തതിന് ശേഷം എന്നോട് പറയാം നിങ്ങളുടെ നമ്പർ എന്താന്നുള്ള എവറി വൺ ഉള്ള രീതിയിൽ ടൈപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൊടുത്തല്ലോ. എല്ലാവരോടും ഒരു തംസപ്പ് വരാൻ പറയാം, അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പറയാം എല്ലാവരും. ഞാൻ കാണുന്നില്ല. കിട്ടുന്നുണ്ടോ? വരുന്നുണ്ടോ? മെസ്സേജ് വരുന്നുണ്ടോ? ഇല്ല, അത് ഒരാളുടെ പേഴ്സണൽ പോയി. അത് വരരുത്, എവറി വൺ ഉള്ളതിൽ. ഇപ്പൊ എവരിവൺ ആയി. എല്ലാവരോടും ഗോട്ട് എന്നുള്ള ടൈപ്പ് ചെയ്യാൻ പറയാം. ജിഐന്ന് മെസ്സേജ് വരുന്നുണ്ടോ? ഓൾമോസ്റ്റ് 10 അല്ലല്ല, മോർ ദാൻ 10. മോർ ദാൻ 10 വന്നത് സമാധാനമില്ല. നാളെ മുതൽ ആൾക്കാർ വിളിക്കാൻ തുടങ്ങും നിങ്ങളെ. ഞാൻ നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നാളെ മുതൽ നിങ്ങൾ ആൾക്കാർ വിളിക്കും. നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കും. അവർക്കായിട്ട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുക. പറ്റുമോ? സന്തോഷം കണ്ടെത്തുമോ അതില്? എനിക്കത് ഇപ്പൊ സ്റ്റക്ക് വന്നേയും എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു, ഐ മീൻ ഞാൻ അതിന് അത്രയും ട്രെയിൻഡ് അല്ലല്ലോ. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളെ പാഷനാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ പ്രൊഫഷൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. നിങ്ങൾ പറഞ്ഞു പാഷനാണ്. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അത് നമുക്ക് ചെയ്യാം. ഏതായാലും ഞാൻ കോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓഗസ്റ്റിൽ ഞാൻ കോഴ്സ് വരുന്നുണ്ട്, CTCM ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എൻ്റെ അടുത്ത് കിട്ടും. അത് പ്രശ്നമാക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കണമെന്നുണ്ട്, അവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കണമെന്നുണ്ട്. ആ സന്തോഷം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടി ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചത്, മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കണ്ടിട്ട് അവിടെ ആരൊക്കെയുണ്ട് സൂമിൽ 100 ആൾക്കാരുടെ കപ്പാസിറ്റി ഉണ്ട്. ആ 100 ആൾക്കാർ നിങ്ങളെ വിളിക്കും, എല്ലാം വാട്സപ്പിൽ വിളിക്കും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അതിനൊരു സമയം കണ്ടെത്തുക. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഓരോ ദിവസം കണ്ടെത്തിയിട്ട് അവരായിട്ട് സംസാരിക്കുക. അത് പറ്റുമോ? Are you happy now? Yeah, happy. Really happy. ഇപ്പം പൊട്ടൻഷ്യൽ അറിഞ്ഞോ? ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തോ? പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്തോ? Sure, sensei. All right. I wish you all the best. Yeah, thank you, sensei. Thank you. Next caller, please.